ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊക്കെ ഒരു സംഭവമാണ് പബ്ലിക് ന്യൂസൻസ് അഥവാ പൊതുശല്യം. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞങ്ങൾ ഗിറ്റാറൊക്കെ എടുത്ത് ഒരു പബ്ലിക്കിൽ നിന്ന് പാട്ട് പാടുവാണെങ്കിൽ പബ്ലിക് ന്യൂസൻസ് അതാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒട്ടും സിവിക് സെൻസ് ഇല്ല എന്ന് ചില കൂട്ടം ആൾക്കാർ. പക്ഷെ അവരുടെ കണ്ടിൽ ശരിയെന്ന് തോന്നറിയാം. പള്ളിക്കാരെ അമ്പലക്കാരെ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് വെച്ചുള്ള കുറേ പരിപാടി കോപ്രായങ്ങളുണ്ട്. അതൊക്കെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങളൊന്ന് പബ്ലിക്കിൽ നിന്ന് പാട്ട് പാടിയാണ് കുഴപ്പം. എന്തായാലും ഞാനും നിതീഷ് ഇപ്പോൾ നല്ല രീതിക്ക് കയറില്ല. പക്ഷെ എന്നെക്കാട്ടി നല്ല രീതിക്ക് കളിയാക്കലും എല്ലാം കിട്ടിയേക്കുന്നത് നിതീഷ് ബ്രോയ്ക്കാണ്. പക്ഷെ ഇത് ഫണ്ണായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല, ആണോ? അല്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് തന്നെ പോവാം. ഗൈസ്, എന്നെ ട്രോളാക്കി കേൾക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ഉബൈദ് ഇബ്രാഹിം ആണ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വീഡിയോ എടുത്ത് നോക്കാം. എന്താ പരിപാടി? നമ്മൾ യങ്സ്റ്റേഴ്സിന് പുതിയ ട്രെൻഡാണ് ആവശ്യം. പക്ഷേ എനിക്കിതൊക്കെ ഒരു ട്രെൻഡായിട്ടാണ് തോന്നുന്നത്. ഇതിനെ ഗൈസ്, എന്തായാലും ഞാൻ ഇതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല. കാരണം ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ഒരു ട്രോള് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് മെട്രോയിൽ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കാവുള്ളൂ. അത്രയ്ക്ക് സൈലൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഞാൻ കയറി പാട്ട് പാടിയത്. അപ്പം അതെന്തായാലും തെറ്റാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഐ തിങ്കിങ് ഓഫ് യു അല്ല, ഐ ആം തിങ്കിങ് ഓഫ് യു ആണ് എന്നാണ് എൻ്റെ അനുമാനം. അത് പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. ഞാൻ പാടിയത് തെറ്റാ. എന്തായാലും ലിഫ്റ്റ് ചോദിച്ച് കയറി ഉടനെ അങ്ങോട്ട് പാട്ട് പാടി തുടങ്ങുന്നതല്ല. കയറി അത് കഴിഞ്ഞ് പുള്ളിക്കാരോട് കൺസെന്റും ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടാൻ തുടങ്ങുന്നത്. അതെല്ലാം പുള്ളിക്ക് ഓക്കെയാ, പിന്നെ നിങ്ങൾക്ക് എന്ത് കുഴപ്പം? പിന്നെ അതിലൊരു കമന്റ് ഞാൻ വായിച്ചു തരാം. കഴിവുണ്ട്, നല്ലതാണ്, ഒപ്പം സിവിക് സെൻസും വേണം. പൊട്ടന്മാരെ, ഈ പബ്ലിക്കിൽ നിന്ന് പാട്ട് പാടിയാൽ സിവിക് സെൻസ് ഒട്ടും പറയാനും പോകുന്നില്ല, ഒരു പബ്ലിക് ന്യൂസൻസ് വാങ്ങാൻ പോകുന്നില്ല. പിന്നെ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ സിവിക് സെൻസ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ അതെ, അടുത്തൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇവിടെ കാണിക്കുന്ന കോപ്രായം പോട്ടെ, ഇതെല്ലാം ചെന്ന് വേറെ രാജ്യത്തുകൊണ്ട് ഇതിനെ കാണിക്കുന്നത്. ഇത്തരം കോപ്രായം കാണിക്കുന്നവരാണ് ഈ ഗിറ്റാറുമായിട്ട് ഞങ്ങൾ പബ്ലിക്കിൽ പോയി പാട്ട് പാടിയ അതിനെ കുറ്റം പറയുന്നത്. ഇതിനൊന്നും ആർക്കും പറയണ്ട. നമുക്കെന്നാൽ വേറൊരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം. നിതീഷിൻ്റെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ട്രാഫിക്കിൽ റെഡ് ലൈറ്റ് കത്തി കിടക്കുക. അപ്പോൾ പാടുന്നൊരു പാട്ടായത്. ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക, ദ്രോഹിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ട്രാഫിക്കിൽ അങ്ങനെ നിർത്തിയിട്ട പാട്ട് പാടരുത്, ഒരു സംഭവം ചെയ്യരുതെന്നാണ്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. ഇപ്പോൾ കണ്ടോണം, ട്രാഫിക് ഇവിടെ റെഡ് കത്തി കിടക്കുക. അപ്പോൾ ഒരുത്തൻ റോപ്പ് ഇങ്ങേറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ കെട്ടിയിട്ട് എൻ്റെ മണ്ടയിൽ കൂടെ നടക്കുക, ജഗ്ലിങ് ചെയ്യുക. On a road. Wow. We got to get these people. വീഡിയോ എടുത്തോണ്ടാവും പറഞ്ഞോ വാവ്. പക്ഷെ ഇവരുള്ളവന്മാരെന്തോ പറയുന്നതാണ്, അത് പബ്ലിക് ന്യൂസൻസ് അത് പറയും. All the way up, just for a little money. Wow. Survival. കണ്ടല്ല, ഇത്രയൊക്കെയുള്ള സംഭവം. ഇതിനാണ് നിങ്ങൾ കിടന്ന് പോകുന്നത്. ഞാൻ മ്യൂട്ട് ആകുവാണേ, കോപ്പറേറ്റ് അടി.
കണ്ടല്ലോ, അവിടെ ട്രാഫിക് ലൈറ്റ് റെഡായിട്ട് കിടക്കുക. അപ്പോൾ അവർ അവിടെ കൂടെ ഡാൻസ് സ്റ്റെപ്പ് ചെയ്യുന്നു, മുൻവാക്ക് ചെയ്യുന്നു. ജസ്റ്റ് സാധാരണ ഒരു കാര്യം. അവിടെ ആരും പബ്ലിക് ന്യൂസൻസെന്നോ ഇവർക്ക് സിവിക് സെൻസ് ഇല്ലെന്നോ ഒന്നും പറയുന്നില്ല. ഇത് അറിയാലോ, ഒരു മിനിറ്റ് ട്രാഫിക് ജാം വന്നാൽ ഒരു മണിക്കൂറോളം കിടന്നിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഉള്ളവന്മാർ. എന്നിട്ടാണ് അവരൊക്കെയാണ് ഈ സിവിക് സെൻസിനെ കുറിച്ച് പറയാൻ നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.